നമസ്കാരം. ഈസി ലോജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണിതശാസ്ത്രത്തിലെ വിവിധതരം സംഖ്യകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. പ്രധാനമായും സംഖ്യകളെ 5 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. 2 അഖണ്ഡസംഖ്യകൾ അഥവാ ഓൾ നമ്പേഴ്സ്. 3 പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റീജേഴ്സ്. 4 അഭാജ്യസംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. 5 ഭാജ്യസംഖ്യകൾ ഓർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇനി വിശദീകരിക്കാം. ആദ്യത്തേത് എണ്ണൽ സംഖ്യകൾ ഓർ നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണുവാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നു. ഇവയെ പോസിറ്റീവ് പൂർണ്ണസംഖ്യകൾ എന്നും നിസ്സർഗസംഖ്യകൾ എന്നും വിളിക്കാറുണ്ട്. ഉദാഹരണത്തിന് 1, 2, 3, 4 എക്സെട്ര. അടുത്തത് അഖണ്ഡസംഖ്യകൾ അഥവാ ഓൾ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളോടൊപ്പം 0 കൂടി ചേർന്നാൽ കിട്ടുന്ന സംഖ്യകളെ അഖണ്ഡസംഖ്യകൾ എന്ന് പറയുന്നു. ഉദാഹരണം 0, 1, 2, 3 എക്സെട്ര. നെക്സ്റ്റ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് പൂർണ്ണസംഖ്യകളും നെഗറ്റീവ് പൂർണ്ണസംഖ്യകളും 0 ഉൾപ്പെടുന്ന സംഖ്യാക്കൂട്ടങ്ങളെ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് എക്സെട്ര -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. അടുത്തത് അഭാജ്യസംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ഘടകങ്ങളാക്കുമ്പോൾ അതേ സംഖ്യയും 1 മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെ അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നു. ഉദാഹരണം 2, 3, 5, 7, 11, 13 എക്സെട്ര. ഒന്ന് വിശദീകരിക്കാം. 2ൻ്റെ ഘടകങ്ങളാണ് 2ഉം 1ഉം. 2 എന്ന അതേ സംഖ്യയും 1ഉം മാത്രമാണ് 2ൻ്റെ ഘടകങ്ങൾ. 3 ആണ് എടുക്കുന്നതെങ്കിൽ 3ൻ്റെ ഘടകങ്ങളാണ് 3ഉം 1ഉം. 5ൻ്റെ ഘടകങ്ങൾ 5ഉം 1ഉം അതേ സംഖ്യയാണ്, പിന്നെ 1ഉം. 7ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 7ഉം 1ഉം ആണ്. ഇതുപോലെ ഘടകങ്ങളാക്കുമ്പോൾ അതേ സംഖ്യയും 1ഉം മാത്രം വരുന്ന സംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ. അഭാജ്യസംഖ്യകളുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് 1 എന്ന സംഖ്യ ഒരു അഭാജ്യസംഖ്യയല്ല. 1നെ അഭാജ്യസംഖ്യയായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ? 2 ആണ്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതെന്ന്. അതിനുത്തരം 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2 ആണ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്, അഭാജ്യസംഖ്യകളിലെ ഒരേ ഒരു ഇരട്ടസംഖ്യ ഏത്? അതിനുത്തരവും 2 തന്നെയാണ്. 2 അല്ലാത്ത വേറെ ഏത് ഇരട്ടസംഖ്യയ്ക്കും ഘടകങ്ങൾ 2-ലധികം ഉണ്ടായിരിക്കും. മത്സര പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന അഭാജ്യസംഖ്യയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യം 1. 1 മുതൽ 10 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. 1 മുതൽ 10 വരെ 4 അഭാജ്യസംഖ്യകളാണുള്ളത്. 2, 3, 5, 7. എന്നാൽ അടുത്ത ചോദ്യം കേട്ടോളൂ. 20 മുതൽ 80 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമാണല്ലേ. 20 മുതൽ 80 വരെയുള്ള അഭാജ്യസംഖ്യകളെല്ലാം എഴുതിയിട്ട് അത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് മത്സര പരീക്ഷകളിലൊന്നും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സമയം ഒരുപാട് നഷ്ടപ്പെടുന്നതാണ്. പകരം ചില നമ്പേഴ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. 1നും 10നും ഇടയിൽ 4 അഭാജ്യസംഖ്യകളാണ് ഉള്ളത്. അതുപോലെ 10നും 20നും ഇടയിലും 4 അഭാജ്യസംഖ്യകളുണ്ട്. 20നും 30നും ഇടയിൽ 2 അഭാജ്യസംഖ്യകളും 30നും 40നും ഇടയിൽ 2ഉം 40നും 50നും ഇടയിൽ 3 അഭാജ്യസംഖ്യകളും ഉണ്ട്. 50നും 60നും ഇടയിൽ 2 അഭാജ്യസംഖ്യകളും 60നും 70നും ഇടയിൽ 2, 70നും 80നും ഇടയിൽ 3, 80നും 90നും ഇടയിൽ 2, 90നും 100നും ഇടയിൽ 1 അഭാജ്യസംഖ്യയും ഉണ്ട്. അതായത് 1നും 100നും ഇടയിൽ ആകെ 25 അഭാജ്യസംഖ്യകളാണ് ഉള്ളത്. ഇത് കാണാതെ പഠിച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കും. ഈ സംഖ്യകൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ. 44, 22, 32, 23, 21. 20നും 80നും ഇടയിൽ എത്ര അഭാജ്യസംഖ്യകളാണ് ഉള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 20നും 30നും ഇടയിൽ 2 അഭാജ്യസംഖ്യകളും
30-നും 40-നിടയിൽ 2 അഭാജ്യ സംഖ്യകളും 40-നും 50-നിടയിൽ 3 അഭാജ്യ സംഖ്യകളും ഉണ്ട്. അതുപോലെ 50-നും 60-നും ഇടയിൽ 2, 60-നും 70-നും ഇടയിൽ 2, 70-നും 80-നും ഇടയിൽ 3 അഭാജ്യ സംഖ്യകളുണ്ട്. അതുകൊണ്ട് 20-നും 80-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഈ എല്ലാ സംഖ്യകളും തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 14 എന്ന ഉത്തരം കിട്ടും. 20-നും 80-നും ഇടയിൽ 14 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. ഇനി 30 മുതൽ 70 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിച്ച് നോക്കൂ. 30-നും 40-നും ഇടയിൽ 2, 40-നും 50-നും ഇടയിൽ 3, 50-നും 60-നും ഇടയിൽ 2, 60-നും 70-നും ഇടയിൽ 2 എങ്കിൽ 30-നും 70-നും ഇടയിൽ മൊത്തം 9 അഭാജ്യ സംഖ്യകൾ ഉണ്ടായിരിക്കും. ഓർത്തിരിക്കാൻ 9, 6, 6, 4. ഇവിടെ 9 1-നും 25-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ്. 25-നും 50-നും ഇടയിൽ 6 അഭാജ്യ സംഖ്യകളും 50-നും 75-നും ഇടയിൽ 6 അഭാജ്യ സംഖ്യകളും 75-നും 100-നും ഇടയിൽ 4 അഭാജ്യ സംഖ്യകളും ഉണ്ട്. അടുത്ത ചോദ്യം, 1 മുതൽ 75 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 1 മുതൽ 25 വരെ 9 അഭാജ്യ സംഖ്യകളുണ്ട്. 25 മുതൽ 50 വരെ 6ഉം 50 മുതൽ 75 വരെ 6 അഭാജ്യ സംഖ്യകളുമാണുള്ളത്. അതുകൊണ്ട് 1 മുതൽ 75 വരെ 21 അഭാജ്യ സംഖ്യകളുണ്ട്. ഓർമ്മിക്കാൻ 25, 21, 16, 16, 16. 0 മുതൽ 100 വരെ 25, 100 മുതൽ 200 വരെ 21, 200 മുതൽ 300 വരെ 16, 300 മുതൽ 400 വരെ 16, 400 മുതൽ 500 വരെ 16 എങ്ങനെയാണ് അഭാജ്യ സംഖ്യകളുള്ളത്. അടുത്ത ചോദ്യം, 200-നും 400-നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്? 200-നും 300-നും ഇടയിൽ 16 അഭാജ്യ സംഖ്യകളാണുള്ളത്. 300-നും 400-നും ഇടയിൽ 16 അഭാജ്യ സംഖ്യകളുണ്ട്. അതുകൊണ്ട് 200-നും 400-നും ഇടയിൽ 16ഉം 16ഉം 32 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. നെക്സ്റ്റ്, ഭാജ്യ സംഖ്യകൾ ഓർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഘടകങ്ങളാക്കുമ്പോൾ 2-ലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് 4-ന്റെ ഘടകങ്ങളാണ് 1, 2, 4. 6-ന്റെ ഘടകങ്ങളാണ് 1, 2, 3, 6. 9-ന്റെ ഘടകങ്ങളാണ് 1, 3, 9. ഇവയെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്, അഥവാ ഭാജ്യ സംഖ്യകളാണ്. ഇവയ്ക്കെല്ലാം 2-ലധികം ഘടകങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഭാജ്യ സംഖ്യയോ അഭാജ്യ സംഖ്യയോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം 1 ആണ്. ഭാജ്യ സംഖ്യയോ അഭാജ്യ സംഖ്യയോ അല്ലാത്ത എണ്ണൽ സംഖ്യ 1 ആണ്. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 4 ആണ്. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏത്? ഇതിൻ്റെ ഉത്തരം 0. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്നും മനസ്സിലായെന്നും കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.